ശ്രീരാമചന്ദ്രൻ കൈകേയിയോട് പറഞ്ഞു, അഹം ഹി വചനാദ്രാജ്ഞ പതേയമപി പാവകേ ഭക്ഷയേഹം വിഷം തീക്ഷണം പതേയമപി ചാർണവേ. അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് സമുദ്രത്തിൽ ചാടണം എന്ന് പറഞ്ഞാൽ ഞാൻ സമുദ്രത്തിൽ ചാടാൻ തയ്യാറാണ്. അഗ്നിയിൽ ചാടണം എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ ചാടാൻ തയ്യാറാണ്. കാളകൂടെ വിഷം കുടിക്കണം എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് സാധിക്കാത്തത്. നാസ്തി ശക്തി പിതൃവാക്യം സമതിക്രമിതും മമ. അച്ഛൻ്റെ വാക്കിനെ ലംഘിക്കാൻ മാത്രം എനിക്ക് സാധിക്കില്ല. ഇതാണ് ഉത്തമനായിട്ടുള്ളൊരു പുത്രൻ്റെ കർത്തവ്യം. ഏത് മകനാണ് ഇന്നത്തെ കാലത്ത് ഇത് പറയാനായിട്ട് സാധിക്കുക? വാസ്തവത്തിൽ അതാണ് ശ്രീരാമചന്ദ്രൻ്റെ മഹത്വം. അതുകൊണ്ട് ഭീഷ്മ പിതാമഹൻ സത്യവതിയെ കണ്ട് ആഗ്രഹിച്ചതായ അവസരത്തിൽ സത്യവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സത്യവതി പറഞ്ഞത്, എനിക്ക് വിരോധമില്ല, പക്ഷേ എൻ്റെ വിവാഹക്കാര്യം തീരുമാനിക്കാൻ ഞാനല്ലല്ലോ. എൻ്റെ ഇവിടെ അടുത്താണ് എൻ്റെ കുടിൽ, അച്ഛനോട് പോയി ചോദിക്കൂ, അവർക്കൊക്കെ സമ്മതമാണെങ്കിൽ എനിക്ക് വിരോധമില്ല. ഒരു മുക്കുവ സ്ത്രീയോട് മഹാരാജാവ് വന്ന് പ്രേമാഭ്യർത്ഥന ചെയ്തപ്പോൾ പറഞ്ഞത് ഇതാണ്, അച്ഛനോട് ചോദിക്കൂ എന്നാണ്. ഇതാണ് നമ്മുടെ ആർഷ സംസ്കാരം.